നമസ്കാരം. ഇന്നത്തെ വാക്കും വരയുമെന്ന നമ്മുടെ ചാനലിലേക്ക് പുതിയ ചിത്രത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിത്രം ഛത്രപതി ശിവജി മഹാരാജ ആണ്. ഒരു സൈഡ് വ്യൂ, മനോഹരമായൊരു ചിത്രം, പ്രൗഢഗംഭീരമായൊരു മുഖം. അത് കണ്ടപ്പോഴൊന്ന് വരയ്ക്കണമെന്ന് തോന്നി. അത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ടും വിശദമായിട്ടുമാണ് നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും പറഞ്ഞു തരുന്നത്. അതോടൊപ്പം ജീവനകലയുടെ 2 ഭാഗം. നിങ്ങൾക്ക് വാക്ക് കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 3 മിനിറ്റ് മുൻപോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ചിത്രകല കാണാം. ചിലരെങ്കിലും പറയാറുണ്ട്, എനിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടിയിട്ടില്ല, ഞാൻ ഈ ചെയ്യുന്നതൊന്നും ആരും വില വെച്ച് തരുന്നില്ല, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അതിനൊന്നും ആർക്കും ഒരു പരിഗണന തരാൻ തോന്നുന്നില്ല എനിക്ക് എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന പ്രത്യേകിച്ച് കുറച്ച് സ്ത്രീ ജനങ്ങളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. നമ്മളെ വിളിക്കുന്നവർ പറയുന്നതാണ്, എന്നെ ആരും എൻ്റെ കഷ്ടപ്പാടിന് വില തരുന്നില്ല, അതാണ് പ്രശ്നം. ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും നമുക്ക് വില കൊടുക്കാത്തതുകൊണ്ടാണ് നമുക്കാരും വില തരാത്തത്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ജീവിക്കുന്നത്, മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ, സ്വയം ഒരുക്കിക്കൊണ്ട്. ഒരു ചെറിയ കഥ പറയാം. നഗരത്തിലൊരു വളരെ പ്രശസ്തനായ സൈക്കോളജിസ്റ്റിനെ കാണാൻ ആ തിരക്കിനിടയിൽ അദ്ദേഹത്തെ കാണാൻ ഒരു വ്യക്തി എത്തി. തൻ്റെ ഊഴമെത്തിയപ്പോൾ അദ്ദേഹം സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് മെല്ലെ പറഞ്ഞു, സാർ, എന്നെ അങ്ങേക്ക് സഹായിക്കാനാവുമോ? ഞാൻ ഒരുപാട് കാലമായി ഒന്ന് മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എനിക്ക് ചിരിക്കാനേ ആവുന്നില്ല, എന്നെ ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുമോ അങ്ങേക്ക്? ഒരു ദിവസമെങ്കിലും ഒന്ന് ചിരിച്ചാൽ മതി, മനസ്സ് തുറന്ന്, എനിക്ക് വേണ്ടി. അദ്ദേഹം പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ചിരിക്കണം. സൈക്കോളജിസ്റ്റ് 2 സെക്കൻഡുകൾ നോക്കിയിട്ട് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ കാര്യം, നമുക്ക് ഒക്കെ ശരിയാക്കാം. അതിനു മുമ്പ് ഈ നഗരത്തിൽ ഒരു സർക്കസ് വന്നിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, അവിടെ ചെല്ലുക. അതിലൊരു കോമാളിയുണ്ട്, അയാളുടെ പ്രകടനം കണ്ടാൽ ചിരിക്കാത്തവരും ചിരിക്കും. എൻ്റെ ഭാര്യതയെ ഇന്നും അത് പറഞ്ഞ് ചിരിയാണ്. ഇത് പറയുന്നതിൽ സൈക്കോളജിസ്റ്റിൻ്റെ ഉള്ളിലും ചിരി പൊട്ടി. അദ്ദേഹത്തെ കുറച്ചേരം നോക്കിയിരുന്നിട്ട് ആ മനുഷ്യൻ വളരെ നിരാശയോടെ പറഞ്ഞു, അങ്ങീ പറഞ്ഞ കോമാളിയില്ലേ, എല്ലാവരും ചിരിപ്പിക്കുന്ന കോമാളി, അത് ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതമാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ ഇത്തിരി മുമ്പ് തുറന്നു വെച്ചത്. എനിക്ക് വേണ്ടി ഒന്നും ചിരിക്കാനാവുന്നില്ല. നോക്കൂ, നമ്മളിങ്ങനെ സർക്കസ് കൂടാരത്തിലെ കോമാളിയെപ്പോലെ നമ്മളിൽ പലരും ഒരു വിദൂഷക ജന്മങ്ങളായി മറ്റുള്ളവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ഒക്കെ നമ്മുടെ സമയം മാറ്റി വെക്കുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി ഒന്ന് ചിന്തിക്കണം, നമ്മളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ. നമുക്ക് എന്താണ് ഇഷ്ടമെന്ന് നമ്മളോടൊന്ന് പറയണം, ചോദിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു തരും, അല്ലെ എന്നിലെ ഞാൻ പറയും, എനിക്കിതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അമർത്തിപ്പിടിച്ച തേങ്ങലാവരുത് നമ്മൾ. ആഹ്ലാദത്തോടെ ചിരിക്കുന്ന, സ്വയം സ്നേഹിക്കുന്ന, സ്വയം ഒന്ന് ജീവിക്കുന്ന ഒരു നല്ല ജന്മമായിട്ട് നമുക്ക് ഭൂമിയിൽ കിട്ടിയ ഈ ജീവിതത്തിൻ്റെ പവിത്രതയും ധന്യതയും അറിയാനാവട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുവെക്കണമെങ്കിൽ ഹൃദയവ്യഥകൾ, അപരിഹാര്യമെന്ന് നിങ്ങൾ കരുതുന്ന എന്തും ഇവിടെ എടുക്കുന്നതാണ്. നമുക്ക് ഒന്നിച്ച് സംസാരിക്കാം. ഒരിക്കലും ഒരു അവിവേകത്തിനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടാന്ന് വെക്കലോ ഒന്നുമില്ല. ജീവിതം എന്നുള്ളത് വളരെ അമൂല്യമായൊരു സമ്മാനമാണ് പ്രപഞ്ചം നമുക്ക് തന്നത്. അത് ജീവിച്ചു തന്നെ തീർക്കണം. അപ്പോൾ നമുക്ക് ചിത്രകലയിലേക്ക് കിടക്കാം. ഒരുപാട് ഇഷ്ടം. നമസ്കാരം. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി വരയ്ക്കുന്ന ചിത്രം ഛത്രപതി ശിവജി മഹാരാജിൻ്റെതാണ്. ഈ വരയ്ക്കൊരു ഭംഗിയുണ്ട്. ഈ ചിത്രം ഞാൻ വരച്ചതല്ല, അതാദ്യം പറയാം. എനിക്കിന്ന് പിൻട്രസ്റ്റിൽ നിന്ന് കിട്ടിയൊരു ചിത്രമാണ്. നോക്കിയപ്പോഴൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കാണ്. നിങ്ങളെ വരച്ച് കാണിക്കാൻ കൊള്ളാം. ഇത് വരയ്ക്കുമ്പോൾ തന്നെ ഈ തലപ്പാവും ഈ ഷേപ്പും ഇതൊക്കെ വരയ്ക്കാനൊരു ഭംഗി തോന്നി. ഒരു ചെറിയ ഷെയ്ഡിങ്ങിലൂടെ ചിത്രം വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും, പോർട്രേറ്റിൻ്റെ സൈഡ് വ്യൂ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. ഇത് കണ്ടാൽ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾ ചിത്രം വരച്ചിരിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഷേപ്പ് നോക്കാം. നല്ല പ്രൗഢിയുള്ള ഗാംഭീര്യമുള്ള മുഖം അല്ലേ, നല്ല ചിത്രമാണ്. അത് റെഫർ ചെയ്തിരിക്കുന്നത് ഏതോ ഒരു ഫോട്ടോയിൽ നിന്ന് വരച്ചത്, ഒറിജിനൽ ചിത്രങ്ങളില്ല. അപ്പോൾ ചിത്രങ്ങൾ നോക്കി വരച്ചിട്ടുള്ളതാണ്. അതിലൊന്ന് നമ്മളൊന്ന് നോക്കി വരയ്ക്കുന്നു. ഏതായാലും ഈ ചിത്രം അവിടെ പോസ്റ്റ് ചെയ്ത മഹാനായ ചിത്രകാരന് എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ആദരം അറിയിക്കുന്നു. നമ്മളെപ്പോഴും എല്ലാ കലാകാരന്മാരെയും ആദരിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവർക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള ഇഷ്ടം അറിയിക്കുന്നു. കാരണം
ഓരോ കലാകാരൻ്റെയും കലാസൃഷ്ടി നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. അത് ഗാനമായി, കവിതയായി, ചിത്രങ്ങളായി, അഭിനയ പാഠവത്തിലൂടെ, അങ്ങനെ നമ്മളെ ഈ ലോകത്ത് സന്തോഷിപ്പിക്കുന്ന അനവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വരച്ചു വരുന്ന രീതി ഇതാണ്. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ബ്ലോക്ക് ചെയ്തു. രണ്ടാമത്തത് ഇത് നോക്കൂ നിങ്ങൾ, ഒരിത്തിരി ഇങ്ങനെ വന്നിട്ട് കണ്ടു, ഇങ്ങനെ വന്നിട്ട് നമ്മളത് ഇവിടെ ഏകദേശം ഇത്രയും ഭാഗം ലൂമിസ് മെത്തേഡ് ഞാൻ പറഞ്ഞതാണ്. ലൂമിസ് മെത്തേഡിൽ നിന്ന് അവിടം വരെ പോകാതെ വളരെ ലളിതമായിട്ടൊരു അടയാളം എടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതുണ്ടോ, ഇങ്ങനെ വന്നിട്ട് കണ്ടോ ഒരു ഷേപ്പായിട്ട് വെച്ചല്ലേ. അതിനുശേഷം ഇവിടെ നിന്ന് അപ്പോൾ നമുക്ക് അടുത്ത ഇത് ഇങ്ങോട്ട് ബാക്കി എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് ബ്ലോക്ക് ചെയ്ത വീണ്ടും നമ്മൾ സ്കെച്ച് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ മുടിയുടെ ഭാഗം ഇങ്ങനെ വരയ്ക്കുന്നു. കണ്ടോ, അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി. അതിനുശേഷം നമുക്ക് നെറ്റിയുടെ ഭാഗം ഇവിടം വരെ നമ്മൾ കണ്ടോ, ഇതിനെ മൂന്നായിട്ട് മാറ്റാം. ഇവിടെ ചെവിയുടെ ഇവിടുന്ന് മൂക്കിൻ്റെ ഭാഗം, പിന്നെ അത് ഇങ്ങനെ വന്നിട്ട് പതുക്കെ സ്കെച്ച് ചെയ്താൽ മതി കേട്ടോ. ഒരു നിർബന്ധവും ഇല്ല നിങ്ങൾ വേഗം വരയ്ക്കണം, അങ്ങനൊന്നും ഇല്ല. കൂട്ടത്തിൽ പറയാൻ ഈ ചിത്രം വരയ്ക്കുന്ന ഞാനും ഒക്കെ ഒത്തിരി വർഷങ്ങളായിട്ട്, അതായത് 10-30 വർഷത്തിന് മുകളിലായി ചിത്രകല അഭ്യസിക്കുകയും ചിത്രകാരനായിട്ട് ജോലിയും ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴും നമ്മൾ ചിത്രകലയുടെ ഒരു തീരത്ത് നിൽക്കുന്നതേ ഉള്ളൂ. ശിശുവാണ്, പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നതേ ഉള്ളൂ. നമ്മളെ ഒരുപാട് പേര് നേരിട്ടും അല്ലെങ്കിൽ നമ്മൾ കണ്ടുമൊക്കെ ഒരുപാട് പേരിൽ നിന്നും ചിത്രകല അഭ്യസിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് പ്രായഭേദമൊന്നുമില്ല. നമ്മളെക്കാൾ ചെറിയ കുട്ടികൾ ഒക്കെ ചിത്രം വരയ്ക്കുന്നത് അത്ഭുതത്തോടെ കാണാറുണ്ട്. നമ്മളെക്കാളൊക്കെ വേറൊരു തരത്തിൽ മനോഹരമായിട്ടാണ് അവർ വരയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല, എല്ലാവരിൽ നിന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാനിവിടെ ഇത് അവതരിപ്പിക്കുന്നു എന്ന് വെച്ചിട്ട് ഞാൻ വിശ്വോത്തര ചിത്രകാരനൊന്നുമല്ല, വെറും സാധാരണ ഒരു ചിത്രകാരൻ, ചിത്രകലയെ ഉപാസിക്കുന്ന ഒരാൾ, പ്രണയിക്കുന്ന ഒരാൾ. അതാണ് നമുക്ക് എപ്പോഴും പറയാനുള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എനിക്കും തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. അത് തിരുത്തി 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 മുന്നേറുക മാത്രമാണ് ജീവിതത്തിൻ്റെ വഴി. അപ്പോൾ നമുക്ക് ഏതിനോടും ഉണ്ടാകുന്ന ഒരു പ്രണയം, എനിക്ക് ചിത്രകലയോടുള്ള പ്രണയം അത് വലുതാണ്. അതുകൊണ്ടാണ് ജീവനോളം ചേർന്ന് പ്രാണനോളം ചേർന്ന് ഇന്നും ഇതിനെ ഉപാസിക്കുന്നത്. കണ്ടോ, നിങ്ങൾ ആ ബ്ലോക്ക് ചെയ്തിട്ട് വരുന്നുണ്ടോ? അതെ, ഇവിടെ യാതൊരു എഡിറ്റിങ്ങും ഇല്ല. തെറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇറേസ് ചെയ്തും കേട്ടോ. നിങ്ങൾക്കിത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ചിത്രകലാ പാഠം ഒന്നും കാണിക്കാനുള്ള പരിപാടിയല്ല ഇവിടെ നടക്കുന്നത്. റെഫറൻസ് നോക്കി എങ്ങനെ വരയ്ക്കാം. അതോടൊപ്പം പറയാനായിട്ട് കുറേ മിത്രങ്ങൾ, കുറേ ആവശ്യങ്ങളുണ്ട്. പശുവും കിടാവും കൂടിയുള്ള ചിത്രം വരയ്ക്കണം, ഒരു ആനയും ആനക്കുട്ടിയും ഇരിക്കുന്ന ചിത്രം വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എല്ലാം ഏറ്റിട്ടുണ്ട്, ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ചെയ്യാം. എന്നാൽ ഇതൊക്കെ ആദ്യം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു ചിത്രം വരയ്ക്കുക. അതാണല്ലോ ആദ്യത്തെ കാര്യം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനാദ്യം നമ്മൾ പ്രാധാന്യം ആദ്യം കൊടുക്കുന്നത് കേട്ടോ. എന്നുവെച്ചാൽ നിങ്ങൾ പറഞ്ഞു ഒന്നും മറന്നിട്ടില്ല, ഒക്കെ നമുക്ക് ചെയ്യാം. ഇനി ഞാനൊന്ന് മറന്നുപോയാൽ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കണം. നോക്കൂ, നമ്മൾ വളരെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തില്ലേ. ഇനി ഇവിടെ നിന്ന് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ നമുക്ക് എങ്ങനെ വീണ്ടും ഇറേസ് ചെയ്ത് വേണമെങ്കിൽ മാറ്റാം. ഇത് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, എന്നോട് ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, മാഷന്മാർ പറയും ഇറേസ് ചെയ്യരുത്, ഇറേസർ മാറ്റി വെക്കാൻ പറയും. അത് ശരിയായിരിക്കാം. ഇറേസർ ഒരു കോൺഫിഡൻസ് തരും, ഇറേസർ ഇല്ലാതെ വരച്ചോളൂ അങ്ങനെ വേണമെന്ന് പറയുമെങ്കിലും എൻ്റെ ഒരു പക്ഷമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഇറേസർ വേണ്ടാതെ വരുന്നത് അതുവരെ ഉപയോഗിക്കാം. ബോധപൂർവ്വം മാറ്റി വെക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾ വരച്ച് തെളിയുന്ന മുറയ്ക്ക് ഇറേസർ നിങ്ങൾക്ക് എടുക്കേണ്ടി വരില്ല. ഞാനൊക്കെ ആദ്യം പഠിക്കുമ്പോൾ എന്നോട് സാറ് ചോദിക്കും, നീ ഇവിടെ തുടയ്ക്കാനാണോ വന്നത് വരയ്ക്കാനാണോ ചോദിക്കുമായിരുന്നു. അമ്മാതിരി ഇറേസിങ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഇറേസർ എടുക്കേണ്ടി വരുന്നില്ല, കാരണം നമ്മൾ അങ്ങനെ പരുവപ്പെട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒന്നിനെയും വേണ്ടാന്ന് വെക്കലല്ല ശരിക്കും, ഒക്കെ നമ്മൾ നിന്ന് അകന്നു പോകലാണ്. അതിനുവേണ്ടി അറിഞ്ഞാൽ മതി. നമ്മൾ നിർബന്ധപൂർവ്വം വേണ്ടാന്ന് വെച്ചാൽ അതൊരു ബാധ്യതയായി വീണ്ടും നമ്മളിലേക്ക് വരും അല്ലേ. നമ്മൾ പലതിനെയും അറിയുകയും നമ്മുടെ അറിവ് കൂടുമ്പോൾ, അല്ലെങ്കിൽ അറിവിൽ ആ സ്ഥലത്ത് അറിവ് കൂടി വരുമ്പോൾ, എല്ലാത്തിലും അല്ല, നമ്മൾ ഏത് കാര്യത്തിലാണോ നിൽക്കുന്നത് ആ കർമ്മത്തിലെ നമ്മുടെ അറിവ് കൂടി വരുന്തോറും നമ്മൾക്ക് പലതിനെയും മാറ്റിവെക്കാനാവും അല്ലേ. അങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. നോക്കൂ, വളരെ പെട്ടെന്ന് നമ്മൾ ഈ സൈഡ് വ്യൂ വരച്ചു. നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ വീരപുരുഷന്മാരെ ഒക്കെ ആദരിക്കുക കൂടിയാണ് അല്ലേ. അപ്പം ഞാനിനി ഇത് ഒറ്റ വരയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഇറേസ് ചെയ്യുകയാണ്
അല്ല, അതിൻ്റെ റിസൾട്ട് കുറേ പഴക്കമായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറേസ് ചെയ്യേണ്ടി വരില്ല. അതാണ് വേറെ സത്യം. കാരണം നമ്മൾ അത്ര പതുക്കെയാണ് വരയ്ക്കുന്നത്. എന്നാൽ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങളെ കാണിക്കേണ്ടത് കൊണ്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് വരയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് ബ്ലോക്കിങ്ങും സ്കെച്ചിങ്ങും ഒക്കെ ഇങ്ങനെ ഇറേസ് ചെയ്യേണ്ടി വരുന്നത്. വളരെ സോഫ്റ്റായിട്ട് വരച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ഡാർക്കായിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം വരച്ച വരകൾ സ്വാഭാവികമായിട്ടും കാണാതിരിക്കും കേട്ടോ. ഇതൊരു 4B പെൻസിലാണ്, ഫേബർ കാസ്റ്റിൻ്റെ. ചില പെൻസിൽ നല്ല ഡാർക്ക് കിട്ടും നമുക്കത്. ഇത് ചിലപ്പോൾ 10B എന്ന് പറഞ്ഞ പെൻസിൽ 4Bയുടെ ബ്ലാക്കും കിട്ടത്തില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് നല്ലൊരു ബ്ലാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. അറിയാം, ഞാൻ വളരെ വേഗത്തിൽ ഒരു സമയം പാലിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയത്ത് മാനിച്ചുകൊണ്ടാണ് ചിത്രം വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, തെറ്റുകുറ്റങ്ങൾ വരാം, നിങ്ങൾ വിചാരിച്ചൊരു ഫിനിഷിങ് ഇതിൽ വരില്ല. പക്ഷേ ഞാൻ തരുന്ന ഈ മാർഗങ്ങൾ അത് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. അതിൽ നിന്ന് വേണ്ടാത്തത് എടുക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനെന്നത് ഒരു പൂർണ്ണ വ്യക്തിയല്ല, നമ്മളൊക്കെയും അങ്ങനെ തന്നെയാണ്. പൂർണ്ണതയിലേക്കുള്ള യാത്രയാണ് ജീവിതം. എവിടെയെങ്കിലും പൂർണ്ണനായി നോക്കി തോന്നിയാൽ പിന്നെ നമുക്ക് യാത്രയിലല്ലേ, അവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ ജന്മവും ഉദ്ദേശം, നമ്മുടെ കർമ്മബന്ധാവൊക്കെ നമ്മളിങ്ങനെ തേടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അനുദിനം കാണുന്ന ചില വാർത്തകൾ ഒരാളെ വളരെ നിസ്സാരമായിട്ടൊക്കെ കൊന്നുകളയാൻ തോന്നുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സാധിക്കുന്നത്? എന്തുകൊണ്ടാണ് മനുഷ്യന് കോപം നിയന്ത്രിക്കാനാവാത്തത്? ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും നമ്മുടെ വേഗങ്ങളെ കുറയ്ക്കുക, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഒന്ന് ചിന്തിക്കുക, ജീവിതത്തിൻ്റെ സൗന്ദര്യത്തിനെ കണ്ടെത്തുക, ജീവിതത്തിൽ പ്രണയം ഉണ്ടാവുക. നന്നായി പ്രണയിക്കുന്ന ഒരാൾക്ക് ക്രൂരനാവാൻ പറ്റില്ല. അങ്ങനെ ക്രൂരനായിട്ട് അയാളുള്ളത് പ്രണയമേ അല്ല, അവരെടുത്തു വച്ചിരിക്കുന്ന ഏതോ ഒരു കാപട്യമാണ്. നമുക്ക് എല്ലാവരെയും ചേർത്ത് പിടിക്കാനാണ് നമുക്ക് കൈകൾ തന്നിട്ടുള്ളത് ഈശ്വരൻ. നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ നമ്മളൊക്കെ കൂടെ നിൽക്കാം, കേൾക്കാൻ ഞാൻ തയ്യാറാണ്, പറഞ്ഞോളൂ. പലപ്പോഴും നമ്മളിങ്ങനെ ചേർത്ത് നിർത്തി പുൽകി നിന്ന് അവരുടെ സ്നേഹവും അവരുടെ വിങ്ങലും ഒക്കെ പങ്കിട്ടെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ടാകുന്ന അപ്പോഴൊക്കെയാണ്. ഞാനായി മാത്രം എടുത്ത് കാര്യമില്ല. നമുക്ക് മറ്റുള്ളവരിലേക്കും പടർന്ന് അവരെ ഒന്ന് കേട്ട് അവരെ ഒന്ന് അറിഞ്ഞ് നമ്മുടെ സഹോദരിയോ സഹോദരനോ അമ്മയോ ഒക്കെ ആയിട്ട് എനിക്ക് ഒരുപാട് പേരെ കണ്ടെത്തി അവർക്കൊപ്പം കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമാവുന്നത്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ക്ലാസ് വരുന്നൊരു മിനിമം ചിന്തിക്കുക. നമുക്ക് ചുറ്റുമുള്ള ഓരോ പ്രാണനെയും തൊട്ടറിയാൻ നമുക്കാവണം, സ്നേഹത്തോടെ നിൽക്കാനാവണം, ഒരാളെ ഒന്ന് കേൾക്കാനും ആവണം. വളരെയധികം വൈകാരിക മുഹൂർത്തങ്ങളിലൂടെ ഇനി ജീവിക്കേണ്ട എന്ന് കരുതി അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എന്നോട് പറഞ്ഞ് മാഷിലെ ക്ലാസ് കേട്ടപ്പോൾ തോന്നി ഒന്ന് വിളിച്ചാൽ കൊള്ളാം. അങ്ങനെ വിളിക്കുന്ന എത്രയോ പേരുണ്ട്. നമ്മൾ അവരോട് അവർ പറയാനുള്ള മുഴുവൻ കേട്ടിരിക്കും. ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നും, ദൈവമേ എന്ത് അവസ്ഥയാണത്, എന്ത് കഷ്ടമാണ് അവരുടെ കാര്യത്തിൽ എന്ന് തോന്നുന്നവരുണ്ട്. എന്നാൽ അത്രത്തോളം വലിയ പ്രശ്നമില്ലാത്തവരുമുണ്ട്. എല്ലാവർക്കും നമുക്കൊരു പരിഹാരം പറയാൻ പറ്റും. ഏതവസ്ഥയിൽ നിന്നും നമുക്ക് അപരിഹാര്യമായിട്ടൊന്നുമില്ല എന്ന് ആദ്യം നമ്മൾ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ ഒരാളുടെ ഇപ്പം എൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു അശരണത, അതിന് ഒരു പോംവഴി നിർദ്ദേശിക്കാൻ മറ്റൊരാൾക്കാവും. നമ്മുടെ എല്ലാ മനുഷ്യജന്മങ്ങളാണല്ലോ, അപ്പോൾ നമുക്ക് പറഞ്ഞു തരാനാവും. അതുകൊണ്ട് പലപ്പോഴും ഒറ്റയ്ക്ക് ചില തീരുമാനങ്ങൾ എടുത്തേക്കും നമ്മൾ. ആ തീരുമാനം ചിലപ്പോൾ ഒട്ടും ഹിതകരമാവില്ല, ജീവനങ്ങ് അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ പറയുന്നവരുണ്ട്. അവരോട് നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവർ ഞെട്ടിപ്പോകുന്നത്. ജീവിതം അവസാനിപ്പിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയും. അതൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും അത് ശരി, ഇത് അറിഞ്ഞില്ലല്ലോ, നമ്മൾ അബദ്ധത്തിൽ ഇപ്പോൾ ഒരു കടുങ്കൈ ചെയ്യുമായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. അതുപോലെ നമുക്ക് ഒരിക്കലും ഈ പ്രാണനെ ഒന്നും പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. ഈ ശരീരം മാത്രമേ നമുക്ക് കളയാനാവും. അതുകൊണ്ട് അതൊരു പരിഹാരവുമല്ല. അതുകൊണ്ട് അങ്ങനെ ആരും ശ്രമിക്കരുത്. 1-2 കോളുകൾ വന്ന് കാര്യവും 1-2 ദിവസങ്ങളുടെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത്. ഇനി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നവരുണ്ട്. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മളോട്. അവരും ഇത് കേൾക്കുന്നുണ്ടാവും, അതുകൊണ്ടാണ്, അല്ലെ കാണുന്നുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇപ്പോൾ ജീവിതത്തിൽ കുറച്ച് പരിഹാരങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതിൽ പിടിച്ചു പോവുക, നല്ലതേ വരും. ശാശ്വതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വന്നത് ഈ വിരൽ നിന്ന് പോകും ഒരു ദിവസം, ഈ വര നിൽക്കും, അല്ലെ ഇത് കാണുന്നവരില്ലാതാവും, എല്ലാവരും മാറി മറിയും.
പുതിയ കാലത്തിൽ നമ്മുടെ മേൽവിലാസങ്ങളൊക്കെ മാഞ്ഞു പോകാം. പുതിയ വിലാസങ്ങൾ വരും, പുതിയ പരിചയപ്പെടുത്തലുകൾ വരും, പുതിയ ഇഷ്ടങ്ങൾ വരും, പുതിയ പങ്കുവെക്കലുകൾ വരും അല്ലേ. ഇതൊന്നും ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരാളൊന്നും സ്ഥിരമല്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്. നമ്മൾ ഒഴിഞ്ഞു പോകുന്നിടത്ത് പുതിയ തലർപ്പുകളൊക്കെ വരും, അതറിയുക. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ സ്ഥിരമല്ലെന്നും ഒന്നും ശാശ്വതമല്ലെന്നും അറിഞ്ഞാൽ നമുക്ക് കൂടുതൽ വെട്ടിപ്പിടിക്കാനും കവർന്നെടുക്കാനും കാപട്യം കാണിക്കാനും ഒന്നും തോന്നില്ല. കാരണം ഒന്നും സ്ഥിരമല്ലെന്നേ. അപ്പോൾ ഈ ലോകത്ത് കുറച്ച് സന്തോഷത്തോടെ സന്തോഷം പകർന്ന് കൂടെ നിന്ന് പോകുന്നുള്ളതാണ് എപ്പോഴും കാര്യം. നോക്കൂ, നമ്മൾ ഇത്രയും വരച്ചു. ഇനി നമ്മൾ ഈ ഇവിടുത്തെ കഴുത്തിൻ്റെ ഭാഗം ഇങ്ങനെ വരയ്ക്കുന്നു. വരച്ചു. ഇവിടെ കൃഷ്ണമണി ഇതേ അതുകൊണ്ട് ഇങ്ങനെ പകുതിക്ക് ഇങ്ങനെ വരച്ചിട്ട് കണ്ട മുകളിലേക്ക്. അപ്പോൾ ശാന്തമായിരിക്കും. കണ്ട നോക്ക്, വളരെ എളുപ്പമാണ് നമ്മളിത് വരച്ചത്. ഇനി നമ്മൾ വളരെ വേഗം ഒരു ഷെയ്ഡിങ് കൂടെ ഒക്കെ ചെയ്യാം കേട്ടോ. ഒരു മുത്തുമാല, ഈ മാല വരയ്ക്കുന്ന പോർഷൻ ഞാനൊന്ന് മ്യൂട്ട്, അതായത് ഒന്ന് പോസ് ചെയ്ത് വെക്കുകയാണ്. കാര്യം അത്രയും സമയം കളയണ്ടെന്ന് കേട്ടോ. ഇത് ഇത്രയും കൂടെ വരയ്ക്കും. ഈ വീണ്ടും ഈ വരയൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. ഇത്രയും വരച്ചിട്ടുണ്ട്. നമുക്കൊരു ഷെയ്ഡ് കൊടുക്കാം, അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നോക്കിയത് ആർട്ട് ലൈൻ്റെ 10B പെൻസിലാണ്. നമുക്ക് ഇവിടെ തൊട്ട് പതുക്കെ കൊടുത്തു തരാം കേട്ടോ. ഷെയ്ഡിങ് ക്ലാസ് ഒക്കെ വരുമ്പോൾ ഒരു ഇത്തിരി 5 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത്രയും ഭാഗത്ത് വേണമെങ്കിൽ ഓടിച്ചു വിട്ടും കാണാം. പരമാവധി ഞാനൊന്നും പോസ് ചെയ്യാതെ പോലുമാണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ഈ താഴത്തെ ഭാഗമുണ്ട്, ഇവിടെ എല്ലായിടത്തും ഒരേ ലൈറ്റ് അല്ല. ഇവിടെ ലൈറ്റായിട്ട് വന്നിട്ട് ഇവിടെ ഇത്തിരി ഡാർക്ക് കൊടുക്കുക. ഇത് ഉള്ളിലോട്ട് നിൽക്കുക. ഇപ്പം ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ വളരെ ലൈറ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇത് ഇവിടെ വരുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഉണ്ടായി. ഇത് ഞാൻ 2-3 വരച്ചിട്ട് ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കി ചെയ്യും കേട്ടോ. കാരണം ഇതെല്ലാം അല്ലെങ്കിൽ സമയം ഒരുപാട് നഷ്ടപ്പെടും. ഈ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇതുണ്ട്, ഇത് വന്നിട്ട് അടുത്ത പോർഷക്കുറവ് ഞാനത് പോസ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും വരയ്ക്കും. ഇതുപോലെയാണ് അത് ചെയ്തേക്ക്, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇതൊക്കെ സമയം അധികം കളയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ അരമണിക്കൂർ മേളിലേക്ക് വീഡിയോ പോകും. അപ്പം ഞാൻ ഇത്രയും ഭാഗം വരയ്ക്കണമെന്ന് പോസ് ചെയ്യുകയാണ്. പോസ് ചെയ്ത് വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ തൊട്ടായിരിക്കും പിന്നെ കാണുന്നത് കേട്ടോ. ഇത് പറഞ്ഞാൽ ഇടയ്ക്ക് ഇത്തിരിയൊക്കെ ഒന്ന് കാണിക്കട്ടോ. നമുക്ക് ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മൾ ആ കണ്ട ചിത്രത്തിൽ നിന്ന് കുറച്ച് എൻ്റെ അതൊരു ശൈലിയിലേക്കാണ് അതൊക്കെ കുറച്ച് മാറ്റിയിട്ടുള്ളത് കേട്ടോ. അല്ലാതെ അതുപോലെ തന്നെ ചെയ്യുമല്ല, നമ്മൾ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ചെറുതായിട്ട്. നിങ്ങൾ അങ്ങനെയാണ് ഒരു ചിത്രം നോക്കി വരയ്ക്കും, നിങ്ങളുടേതായ ചില ഇഷ്ടങ്ങൾ അതിനകത്ത് ചാലിക്കണം. കാരണം നമ്മൾ വെറുതെ കണ്ട് വരയ്ക്കുക മാത്രമല്ല, അതിനകത്തുനിന്ന് നമ്മുടെ കലയുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ചിത്രകാരനെ കൂടെ നമ്മളവിടെ കൊണ്ടുവരണം. ഇനി വരച്ചിട്ട് നമ്മുടെ ഒരു ഹാഫിനിങ്ങനെ ഷെയ്ഡ് കൊടുക്കുക, ഇതിന് ബ്ലെൻഡ് ചെയ്തേക്കണം കണ്ടോ. ഇതൊക്കെ ഒരു ഫിനിഷിങ് ഡ്രോയിങ് അല്ല, നിങ്ങൾക്ക് സമയമുണ്ടല്ലോ, നിങ്ങൾ ധാരാളം അല്ലേ. ഈ പടം നോക്കിയിട്ട് നിങ്ങൾ വളരെ ഫിനിഷ് ചെയ്തിട്ട് വീട്ടിലിരുന്നിട്ട് വരയ്ക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എനിക്ക് അയച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ ചിത്രകലാ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഓൺലൈൻ ക്ലാസ്സിൽ, റെഗുലർ ക്ലാസ്സാണ്, ഓൺലൈനാണ്, ലൈവ് ക്ലാസ്സാണ്, റെക്കോർഡിംഗ് അല്ല, ലൈവ് ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഓൺലൈനായി പ്രായവും കാലവും ദേശവും ഒന്നും ബാധകമല്ല എന്നറിയുക. താല്പര്യമുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ മാർഗത്തിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് വരിക, നമുക്ക് പഠിക്കാം. ആഗ്രഹമുണ്ടെങ്കിൽ പറയുക. ഇത്രയും ബാധ്യതകളുണ്ട്. ഇനി ബാക്കി ഷെയ്ഡിങ് നമുക്ക് നോക്കാം. ഞാനിപ്പം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നോക്കുക, ഒരു ഉരുട്ടി ചെയ്യുന്നുണ്ടോ.
ഒരു ബേസ് ടോൺ എന്താ അങ്ങനെ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കാര്യങ്ങൾ. വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ഞാൻ ഇവിടേക്ക് കുറച്ച് നേരത്തേക്ക് ഈ ടോൺ മാത്രമായതുകൊണ്ടൊന്ന് പോസ് ചെയ്യും ഇവിടെ വരെ, കാരണം അല്ലെങ്കിൽ വീണ്ടും നമ്മുടെ സമയം ഒരുപാട് പോകും. ഇങ്ങനെ ഷെയ്ഡിങ് വരുമ്പോൾ ഒത്തിരി സമയം പോയിരിക്കാൻ വേണ്ടി ഞാൻ ഇത്രയും ഭാഗം ഒന്ന് ചെയ്യണം. ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കുക, ഈ രോമമൊക്കെ ഇത് വരയ്ക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ താടി രോമങ്ങൾ അല്ലെങ്കിൽ മീശയൊക്കെ എങ്ങനെയാണോ ഉള്ളത് ആ ഷേപ്പ് ആ സ്ഥലത്തേക്ക് തന്നെ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെയല്ലേ ഇപ്പോൾ. അപ്പം നമ്മളെപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ വരച്ച് വരുന്നതാണ് എപ്പോഴും ഭാഗ്യം കേട്ടോ. നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു ടോൺ കൊടുക്കുകയാണ്. ഇപ്പോൾ മീശ വരയ്ക്കാൻ ശ്രദ്ധിക്കുക, അത് എങ്ങനെയാണ് ആ മീശ നിൽക്കുന്നത്. അത് ഇങ്ങനെ ഒന്നും ഹാച്ച് ചെയ്യരുത്, വളച്ചു നമ്മുടെ ആ നിൽക്കുന്ന ഷേപ്പിലേക്ക് വരിക കേട്ടോ. അപ്പം അങ്ങനെ വരയ്ക്കുക. ഇത് ഒരു ഫസ്റ്റ് ടോണാണ്. ഇനി നമുക്ക് കുറച്ച് ഡെപ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഇവിടെ ഒന്ന് വേർതിരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് ലൈൻ കൊടുക്കുക. നമ്മൾ ഒറ്റയടിക്കും സോളിഡ് ബ്ലാക്ക് ആയിട്ട് കൊടുക്കരുത്. നമുക്ക് ഒരുപാട് ടോണുകൾ പതുക്കെ ചെയ്താൽ ഇതാണ് സെക്കൻഡ് ടൈം നമ്മൾ ചെയ്യുന്നത്. ഇടയ്ക്കൊരു ഇത്തിരി ഡാർക്കൊക്കെ കൊടുക്കാം ഇവിടെ നിന്നൊക്കെ. എന്നിട്ട് ഒരു പെൻസിലിൻ്റെ ഫുൾ ടോണിലൊന്നും നമ്മൾ കൊടുത്തേക്കരുത്. ഇനിയും വേണം ബ്ലാക്ക് ആക്കാം. അങ്ങനെ ബ്ലാക്ക് ആക്കണ്ട കേട്ടോ, കുറച്ച് ചെയ്താൽ മതി. നമ്മുടെ പെൻസിൽ കിട്ടുന്നതിൻ്റെ ഒരു 60-70% ചെയ്താലും ധാരാളമാണ്. ഒരുപാട് കരിക്കട്ട പോലെ ആക്കി വെക്കരുത്. കുട്ടികളൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ കറുപ്പിച്ച് വെക്കുന്നതാണ്, അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമുക്ക് ഒരു ലൈറ്റ് ഉണ്ടാവണം, നമുക്ക് കാണാൻ സാധിക്കണം, നമ്മുടെ മുടികളെ കാണണമല്ലോ അല്ലേ. അല്ലാതെ ഇങ്ങനെ കരിയടിച്ച് വെച്ച പോലെ ഇരിക്കുന്നത്. കേട്ടോ. അതിനുശേഷം നമ്മളിനി ഒരു പതിയെ ഒരു ഷെയ്ഡ് ഇവിടെ കൊടുക്കാം. പെൻസിൽ ഹാച്ച് ചെയ്യണം. ഒരുപാട് രീതിയിൽ ചെയ്യാൻ കേട്ടോ ഷെയ്ഡിങ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളൊക്കെ പല രീതിയിലുള്ള ഷെയ്ഡിങ് കാണിച്ചു തരാം. അപ്പം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഒരു ലൈൻ ഹാച്ചിങ് ആണ്, വെറുതെ ലൈൻ കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണ്. കേട്ടോ, നമ്മൾ ഒരു മിഡ് ടോൺ, ഒരു ചെറിയ ടോണിൽ ഇങ്ങനെ ചെയ്ത് വരികയാണ്. സമയത്ത് കൊണ്ട് ഞാനൊരു ഇത്തിരി നേരം കൊണ്ടൊന്ന് പോസ് ചെയ്തിട്ട് ബാക്കി ഷെയ്ഡ് കൂടെ കാണിക്കും കേട്ടോ. നമ്മൾ വളരെ പതുക്കെ ചെയ്ത് കേട്ടോ രണ്ടര ഷെയ്ഡ് ചെയ്തു. ഇതുപോലെ നമ്മൾ ഈ ബാക്ക് സൈഡിൽ ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ഫിനിഷിങ് ടച്ച് ഒരു പുറകെ ചെയ്യാം. ഞാൻ വളരെ വേഗത്തിൽ ചെയ്ത് കാണിക്കുന്ന ഒന്നാണ്. ഇവിടേക്കാണ് ഷെയ്ഡ് വീഴുന്നത് കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. നോക്കുക,
നമുക്കിത് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യണം. ഒരു തുണി കൊണ്ടൊക്കെ ബ്ലെൻഡ് ചെയ്ത് ഈ ലൈൻസ് ഇല്ലാതാക്കാം. അങ്ങനെയും ഷെയ്ഡ് ചെയ്യാം. ഞാൻ അതൊന്നും ഇവിടെ ചെയ്യുന്നില്ല. ജസ്റ്റ് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എങ്ങനെ ചെയ്യണമെന്നൊന്ന് സ്കെച്ച് ചെയ്തിട്ട് കാണിച്ചു തരികയാണ്. നോക്കാം. നമ്മൾ ഇതുകൂടി ഒന്ന് ചെയ്യുന്നു. ഇപ്പം തന്നെ 21 മിനിറ്റ് കഴിഞ്ഞ്. ചിത്രവും അവതരണവും എല്ലാം കൂടെ നമുക്കൊരു 30 മിനിറ്റിന് താഴെ നിർത്താനാണ് പറ്റുന്നത്. ഷെയ്ഡിങ് ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനേക്കാൾ വേഗത്തിൽ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇത് നോക്കുക. നമ്മൾ ഈ ചിത്രം വളരെ വേഗം തന്നെ വരച്ചിട്ടുണ്ട്. ഇത് സ്കെച്ച് ചെയ്യുന്ന രീതി, ഷെയ്ഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ സ്കെച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് വളരെ പതിയെ ചെയ്ത് പരിശീലിക്കാവുന്നതാണ്. പിന്നീട് ഷെയ്ഡിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. ബാക്കിയിടത്തേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഈ മുഖം വരയ്ക്കുന്ന രീതി മാത്രമാണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചിത്രമായിട്ട് കാണാം. വളരെ വേഗമാണ് ഈ ചിത്രം വരച്ചത്. വളരെ വേഗം വരച്ച് കാണിക്കുന്ന രീതി ഇപ്പോൾ ഞാനിവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ കൂടെ ഉണ്ടാവുക. ഒരുപാട് ഇഷ്ടം.